നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പി ദിവ്യയ്ക്ക് തിരിച്ചടിയായി ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. 4 കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ അഞ്ചരക്കണ്ടി കൊളുത്തുമല ബ്രാഞ്ചിനായി നിർമ്മിച്ച കോ-ഓപ്പ് ടവറിന്റെയും കൊളുത്തുമല ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അഭൂതപൂർവമായ വളർച്ചയാണ് സഹകരണ രംഗത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. പങ്കെടുത്ത് നിരവധി ആളുകൾ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും സാങ്കേതിക അറിവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടി സമാപിച്ചു. പരിപാടി നടന്നത് മാർച്ച് 12 മുതൽ 14 വരെ. വാർത്തകൾ വിശദമായി. പി ദിവ്യയ്ക്ക് തിരിച്ചടിയായി ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. 4 കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. തുടർ അന്വേഷണം ഭാഗികമായി മാത്രമാണ് അനുവദിച്ചത്. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. പി ദിവ്യയുടെ മുഴുവൻ ഫോൺ വിവരങ്ങളും ശേഖരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. പ്രതി ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടും ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ഹർജിയിലെ വാദം. പി ദിവ്യയും പ്രശാന്തനുമായുള്ള ഫോൺ കോൾ രേഖകൾ, ചാറ്റുകൾ എന്നിവ SIT പരിശോധിച്ചിട്ടില്ല. പി ദിവ്യയുടെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കണം. പ്രതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഹർജിയിൽ മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നു. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ അഞ്ചരക്കണ്ടി കൊളുത്തുമല ബ്രാഞ്ചിനായി നിർമ്മിച്ച കോ-ഓപ്പ് ടവറിന്റെയും കൊളുത്തുമല ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അഭൂതപൂർവമായ വളർച്ചയാണ് സഹകരണ രംഗത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ അഞ്ചരക്കണ്ടി കൊളുത്തുമല ബ്രാഞ്ചിനായി നിർമ്മിച്ച കോ-ഓപ്പ് ടവറിന്റെയും കൊളുത്തുമല ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. അഭൂതപൂർവമായ വളർച്ചയാണ് സഹകരണ രംഗത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വന്തം സ്ഥാപനങ്ങളായാണ് സഹകരണ സ്ഥാപനങ്ങളെ ജനങ്ങൾ കാണുന്നത്. ഏതൊരു ആവശ്യത്തിന് സമീപിക്കാവുന്ന സ്ഥാപനമായും നല്ല ഇഴയടപ്പം ജനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടാനുകോടി രൂപ സഹകരണ മേഖലയിൽ നിക്ഷേപമായി വന്നു. എന്നാൽ നിർഭാഗ്യകരമായ ഒരു വശം കേരളത്തിലെ സഹകരണ മേഖലയിൽ അഴിമതികൾ നടക്കുന്ന സ്ഥിതിയുണ്ടായി എന്നതാണ്. ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടാനുകോടി രൂപ കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപമായി വന്നു. ഇപ്പോഴത് 2 ലക്ഷം കോടിയോളം രൂപയാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വലിയ വളർച്ച, അഭൂതപൂർവമായ വളർച്ച സഹകരണ രംഗത്തുണ്ട്. നിർഭാഗ്യകരമായ ഒരു വശം കേരളത്തിലെ സഹകരണ മേഖല ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു മേഖലയും അഴിമതി മുക്തമായതുമായ മേഖലയായിരുന്നു. അഴിമതി തീണ്ടാത്ത ഒരു മേഖല. കാലം മാറി സ്ഥാപനങ്ങൾ വലിയൊരു ശക്തിപ്പെടുന്ന നിലവന്നു. നാടാകെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ചിലതിൽ സഹകരണ മേഖലയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള അഴിമതികൾ നടമാടുന്ന സ്ഥിതിയുണ്ടായി. വിവിധ തലങ്ങളിലുള്ളവർ അതിൻ്റെ ഉത്തരവാദികളാണെന്നും കണ്ടു.
ഇക്കാര്യത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യ മനോഭാവവും കാണിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. എല്ലായിടങ്ങളിലും സംഭവിക്കുന്നത് ഇതാണ്. പക്ഷേ സഹകരണ മേഖലയുടെ വളർച്ചയിൽ വല്ലാത്ത അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് സഹകരണ മേഖല ഇങ്ങനെ വളരാൻ പാടില്ല എന്ന് അതിനൊരു ചരിത്രമുണ്ട്. സഹകരണ മേഖലയുടെ വളർച്ചയിൽ അസഹിഷ്ണുതയുള്ളവയും തിരിച്ചറിയാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റിലീഫ് ഫണ്ട് വിതരണം വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ നിർവഹിച്ചു. നിക്ഷേപ സമാഹരണം ജോയിന്റ് രജിസ്ട്രാർ എം കെ സൈബുന്നിസ നിർവഹിച്ചു. വായ്പാ വിതരണ ഉദ്ഘാടനം റെഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഒ സി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വിപിൻലാൽ, വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി റീജ, കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ, ഡയറക്ടർ കെ കെ പ്രകാശൻ, കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് സെക്രട്ടറി പി രമേശൻ, വൈസ് പ്രസിഡന്റ് സി വിജയൻ, കുന്നരിക്ക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി വത്സലൻ, വേങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പത്മനാഭ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. സ്പീക്കർ എൻ ഷംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്കത്തോൺ 2026 വി ആർ കൃഷ്ണഗിരി റോഡ് വഴി സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന വാക്കത്തോൺ 2026ലേക്ക് ഏവർക്കും സ്വാഗതം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ. തലശ്ശേരി നഗരസഭയെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏവരും പങ്കാളികളാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഒരു ക്യാമ്പയിൻ തലശ്ശേരി മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുക്കുന്നത് ഖരമാലിന്യ വിമുക്തമാക്കൽ മാത്രമല്ല, തലശ്ശേരിയിൽ ഓരോ പരിസരവും ശുചിത്വവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ക്യാമ്പയിനോടൊപ്പം തന്നെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറാണ്. ഏതെങ്കിലും തരത്തിൽ പരിസരങ്ങൾ ശുചിത്വമില്ലാതാക്കുന്ന വൃത്തികേടാക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ കൂടി മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരണം. ക്യാമ്പയിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ക്യാമ്പയിൻ ഇല്ലാതെ ഒരു കാര്യം പരിഹരിക്കപ്പെടില്ല. ക്യാമ്പയിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ കർക്കശമായ രീതിയിൽ മാലിന്യവൽക്കരിക്കുന്നവർക്ക് നേരെ നിയമ നടപടി കൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ. നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം സുശീൽ കുമാർ തിരുവങ്ങാട് മുഖ്യാതിഥിയായി. വാക്കത്തോണിനോടൊപ്പം ശുചിത്വ പ്രതിജ്ഞയും ചെയ്തു. എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയുകയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി സതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ COT ഷബീർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ക്ലീൻ സിറ്റി മാനേജർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, സായ് സെന്റർ ട്രെയിനിംഗ് കുട്ടികൾ, പൊതുപ്രവർത്തകർ, യുവജന സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനാ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, വിവിധ ക്ലബ്ബുകൾ, വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു.
പദ്ധതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ 2026 കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് LDF തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി കാരായി രാജൻ വോട്ടഭ്യർത്ഥിച്ച് ചൊക്ലിയിൽ പര്യടനം നടത്തി. CPMന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതു മുതൽ വോട്ടഭ്യർത്ഥിച്ച് കാരായി രാജൻ സജീവമാണ്. CPMന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതു മുതൽ വോട്ടഭ്യർത്ഥിച്ച് കാരായി രാജൻ സജീവമാണ്. രാവിലെ ചൊക്ലിയിലെത്തിയ കാരായി LDF നേതാക്കളോടും പ്രവർത്തകരോടൊപ്പമാണ് വോട്ടഭ്യർത്ഥിച്ചത്. വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയും റോഡിൽ കാണുന്നവരോട് കുശലം പറഞ്ഞും ഓട്ടോ ഡ്രൈവർമാരോടൊപ്പം സമയം ചെലവഴിച്ചും ഏറെ സജീവമായിരുന്നു കാരായി. ചൊക്ലി മെഡിക്കൽ സെന്ററിൽ ചികിത്സ തേടി എത്തിയവരെ കണ്ടും കാരായി വോട്ടഭ്യർത്ഥിച്ചു. LDFന് 3ാം തുടർ ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കാരായി രാജൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും കാരായി രാജൻ പറഞ്ഞു. ജനങ്ങളൊക്കെ വളരെ പ്രതീക്ഷയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3ാം തുടർഭരണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ ആവേശത്തിലാണ് ജനങ്ങളാകെ ഉള്ളത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനും ഗവൺമെൻറ്റിനുമുള്ള പിന്തുണയായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നാണ് പ്രചരണം ആരംഭിച്ചതെങ്കിലും ജനങ്ങളാകെ വളരെയേറെ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണിയുടെ പ്രവർത്തകരെല്ലാം ഏർപ്പെട്ടിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും സാങ്കേതിക അറിവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടി സമാപിച്ചു. NFDBയുടെ ധനസഹായത്തോടെ മാർച്ച് 12 മുതൽ 14 വരെയാണ് പരിശീലനം നടന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും സാങ്കേതിക അറിവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടി സമാപിച്ചു. NFDBയുടെ ധനസഹായത്തോടെ മാർച്ച് 12 മുതൽ 14 വരെ നടന്ന പരിശീലനം CIF NET കൊച്ചി, ഭാരത സർക്കാർ മത്സ്യബന്ധന വകുപ്പും പുതുച്ചേരി മത്സ്യബന്ധന വകുപ്പും സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. മാഹിയിലെ 25 വീതം മത്സ്യത്തൊഴിലാളികൾക്കായി കടൽ സുരക്ഷ, സീമാൻഷിപ്പ്, നാവിഗേഷൻ അടിസ്ഥാനങ്ങൾ, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന വിഷയത്തിലും ബോട്ട് എഞ്ചിൻ തകരാറുകൾ പരിഹരിക്കലും പരിപാലനവും എന്ന വിഷയത്തിലും പരിശീലനം നൽകി. സമാപന സമ്മേളനം മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽകുമാർ PA ഉദ്ഘാടനം ചെയ്തു. മത്സ്യമേഖലയിൽ ഒരു ബ്ലൂ റവല്യൂഷൻ ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് ഒതുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്സ്യസമ്പദ യോജനയൊക്കെ വരുന്നത്. മത്സ്യസമ്പദ യോജന 2019 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്രധാന ഉദ്ദേശം മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുള്ള ടെക്നോളജിക്കൽ വൈസ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുകയും അതിന് കൂടുതൽ ഫണ്ട് ഒതുക്കിയിട്ട് ആ മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ട് അതുവഴി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഒരു നേട്ടം കൈവരിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഉദ്ദേശമായിരുന്നു അത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വർഷത്തിൽ 2 തവണ നിങ്ങൾക്ക് ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുതിയ അഡ്വാൻസ് ടെക്നോളജി സംബന്ധമായിട്ട് ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്നാണ്. അത് കൂടുതൽ പുതിയ വിദ്യകൾ സ്വായത്തമാക്കിയിട്ട് ആ മേഖലയിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇതായിട്ട് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു വലിയൊരു പങ്ക് ഈ മേഖലയിൽ നിന്ന് സംഭാവന ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾക്കാവും. മാഹി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് വളവിൽ രതീഷ് അധ്യക്ഷത വഹിച്ചു. മാഹി ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശിവകുമാർ സ്വാഗതം പറഞ്ഞു. CIF NET സീനിയർ ഇൻസ്ട്രക്ടർ MN ഗിരീഷ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പരിശീലനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റുകൾ മുഖ്യാതിഥി വിതരണം ചെയ്തു. MN ഗിരീഷ്, S ഷാജി, SK ശ്രീകാന്ത, മോഹൻകുമാർ MS എന്നിവരാണ് പരിശീലന ക്ലാസുകൾ നയിച്ചത്. കൂത്തുപറമ്പ് മണ്ഡലം സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം. മേക്കുന്ന് VP സത്യൻ സ്മാരക ഹാളിൽ KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് മണ്ഡലം സമഗ്ര കുടിവെള്ള പദ്ധതി മേക്കുന്ന് VP സത്യൻ സ്മാരക ഹാളിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലത്തും പൈപ്പുകൾ എടുത്തതായി നമുക്ക് കാണാം. വലിയ പ്രവർത്തനമാണ് വാട്ടർ അതോറിറ്റി
ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. കാരണം അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം. അഥവാ വലിയ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടത്തേക്ക് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള നല്ല കരാറുകാരത്വത്തിനുണ്ടായാൽ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്തായാലും ഈ 1-2 മാസം കൊണ്ട് പരമാവധി പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് ജൂൺ മാസം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്ന കാര്യത്തെ ആവശ്യമുണ്ട്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ അധ്യക്ഷയായി. കേരള വാട്ടർ അതോറിറ്റി മട്ടന്നൂർ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിഥുൽ മനോഹർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിക്കായി കനകമലയിൽ 24 ലക്ഷം ലിറ്ററും കരിയാട് പുറക്കാട്ടുകുന്നിൽ 14 ലക്ഷം ലിറ്ററും സംഭരണശേഷിയുള്ള ടാങ്കാണ് നിർമ്മിക്കുന്നത്. ഇതിനായുള്ള സ്ഥലമെടുപ്പ് ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ജലസ്രോതസ് പഴശ്ശി റിസർവോയറാണ്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള ഇരട്ടി അടക്കാന കിണറും മുത്തപ്പൻകരയിലെ ജലശുദ്ധീകരണശാലയും ഇതിനായി ഉപയോഗപ്പെടുത്തും. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പാനൂർ നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലായി 148 കിലോമീറ്റർ ദൂരപരിധിയിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. പാനൂർ നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ, വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം R സുഭാഷ്, തോമസ് മാലത്ത്, CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, രാമചന്ദ്രൻ ജോസ്ന, P പ്രഭാകരൻ, നഗരസഭാ കൗൺസിലർ VP അശ്വിനി, TV നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ വിപണനമേളയ്ക്ക് പാനൂർ ബസ് സ്റ്റാൻഡിൽ തുടക്കമായി. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ മേളയിൽ ലഭ്യമാണ്. മേള ചൊവ്വാഴ്ച സമാപിക്കും. പാനൂർ ഉൾപ്പെടെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ 7 ശാഖകൾ ചേർന്നാണ് പാനൂരിൽ കുടുംബശ്രീ വിപണന മേള സംഘടിപ്പിക്കുന്നത്. പാനൂർ നഗരസഭ, പഞ്ഞന്നൂർ, മൊകേരി, കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ, ചൊക്ലി പഞ്ചായത്തുകളിലെ CDSകൾ എന്നിവയുമായി സഹകരിച്ചാണ് മേള നടക്കുന്നത്. മായമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ മേളയിൽ ലഭ്യമാണ്. പാനൂർ നഗരസഭ ADS വൈസ് ചെയർപേഴ്സൺ ബീന ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് ചീഫ് മാനേജർ ദിപിൻ കുമാർ മുഖ്യാതിഥിയായി. ഈ വർഷം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഒരു കുടുംബശ്രീയുടെ വിപണനമേള. മുമ്പ് ചില ബ്രാഞ്ചുകളൊക്കെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഒരു വലിയ രീതിയിൽ ഇത് നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പാനൂര് സെൻറ്ററായി നിൽക്കുന്ന 7 ബ്രാഞ്ചുകൾ ചേർന്നിട്ട് ഒരു 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ CDSകളുടെ സഹായത്തോടു കൂടി അവരോട് സഹകരിച്ചിട്ടാണ് ഇങ്ങനൊരു വിപണനമേള നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ ഗ്രാമീണ ബാങ്കിൻ്റെ കണ്ണൂർ റീജിയണൽ ഓഫീസിനെ പ്രതിനിധീകരിച്ച് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പാനൂർ മുനിസിപ്പാലിറ്റിക്കും ഇത്രയും സഹായ സഹകരണം നൽകിയ പാനൂർ CDSനും മറ്റ് പന്ന്യന്നൂർ, മൊകേരി, കുന്നോത്തുപറമ്പ, ചൊക്ലി, തൃപ്രങ്ങോട്ടൂർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള നന്ദി ഞാൻ ഇവിടെ പറയുകയാണ്. ദീർഘമായൊരു പ്രഭാഷണത്തിന് കടക്കുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരിമാർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ 2 ദിവസം വിപണനം ചെയ്യുക, അതിനൊരു വേദിയാണ് ഒരുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയം പോലെ നമുക്ക് കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ നടത്തുവാൻ ഗ്രാമീണ ബാങ്കിന് താല്പര്യമുണ്ട്. പാനൂർ ബ്രാഞ്ച് മാനേജർ V സനോജ് അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ സെക്രട്ടറി K സജ്ന, NM ഡാലിമോൾ, V സനോജ്, MV മഞ്ജുഷ, K രമിത്ത്, അശ്വതി V നായർ, K മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമീൺ ബാങ്ക് ചെമ്പാട് ബ്രാഞ്ച് മാനേജർ NP തുഷാര സ്വാഗതവും മൊകേരി ബ്രാഞ്ച് മാനേജർ AB ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. 2 ദിവസമായി നടക്കുന്ന മേള ചൊവ്വാഴ്ച സമാപിക്കും. ചമ്പാട് അരിയാക്കൂലിൽ CPM പ്രവർത്തകൻ MM ചന്ദ്രന്റെ 16ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പ്രകടനവും നടന്നു. അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പ്രതിമാസം പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെയും വലതുപക്ഷ ശക്തികളുടെയും എതിർപ്പ്
എത്ര രൂക്ഷമായിരുന്നു എന്നുള്ളത് ആ കാലത്തെ ഓർമ്മകളുള്ള ആളുകൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാകും. നായനാർ സർക്കാരിനെ പെൻഷൻ സർക്കാർ എന്ന് ആക്ഷേപിച്ച് തൊഴിലാളികളെ കള്ളുകുടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ സർക്കാരിന്റെ പണം, ഖജനാവിലെ പണമെടുത്ത് കള്ളുകുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് നായനാർ ചെയ്യുന്നത് എന്ന നിയമസഭയിൽ പോലും പ്രസംഗിക്കുകയുണ്ടായി UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വം. ആ സർക്കാർ തന്നെയാണ് തൊഴിലാളി ക്ഷേമ നിധികൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ കേരളത്തിന്റെ സമഗ്ര വികസനത്തിലേക്ക് അധികാര വികേന്ദ്രീകരണം സുപ്രധാനമായ പങ്കുവഹിക്കുമെന്ന് മനസ്സിലാക്കി ജില്ലാ കൗൺസിലുകൾ എന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിലുള്ള അധികാരത്തെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചു നൽകുന്നതിന് വേണ്ടി, പകുത്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുകയും അധികാര വികേന്ദ്രീകരണത്തിന് സുപ്രധാനമായ ചുവടുവെപ്പ് നടത്തുകയും ചെയ്യുകയുണ്ടായി. KN ജയതിലകൻ അധ്യക്ഷനായി. ചെമ്പാട് ലോക്കൽ സെക്രട്ടറി K ജയരാജൻ, E വിജയൻ, പന്നന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK മണിലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം P പ്രസന്ന, N പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. അരയാക്കുൽ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. ജീവരക്തത്താൽ തിളങ്ങുന്ന ചെങ്കൊടി, ഓരോ വോട്ടും പതിയട്ടെ. ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല. പാനൂർ നഗരസഭയിലെ 29-ാം വാർഡ് കരിയാട് തെരു ക്ഷേത്രത്തിന് സമീപം മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭയിലെ 29-ാം വാർഡ് കരിയാട് തെരു ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയ മിനിമാസ് ലൈറ്റ് പ്രവർത്തന സജ്ജമായി. KP മോഹനൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മിനിമാസ് ലൈറ്റ് സജ്ജീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ അധ്യക്ഷനായി. കൗൺസിലർ CM ഗീത, മുൻ കൗൺസിലർ KK മിനി, TH നാരായണൻ, P ശങ്കരൻ, BP രാജൻ, പുളിക്കൻ രാജീവൻ, പ്രയാ കരിയാട് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് സൈദാർപള്ളി മേഖല ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. തലശ്ശേരി സൈദാർപള്ളി മേഖലയിലെ 5 വാർഡുകളിലെ നിർധനരായ 600 കുടുംബങ്ങൾക്കാണ് റംസാൻ റിലീഫിന്റെ ഭാഗമായി പെരുന്നാൾ വിഭവങ്ങൾക്കാവശ്യമായ പെരുന്നാൾ കിറ്റുകൾ വിതരണം നടത്തിയത്. പെരുന്നാൾ കിറ്റ് വിതരണത്തിൻ്റെയും കൗൺസിലർമാരായ TP അബ്ദുറഹ്മാൻ, നൂറ ടീച്ചർ, ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തഫ്ലീം മാണിയാട്ടിനുള്ള സ്വീകരണത്തിൻ്റെയും ഉദ്ഘാടനം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KL ലത്തീഫ് നിർവഹിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്ക് ഒരു ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു യോഗം വിളിച്ചു. CS സെൻ്ററേയും അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾ സെൻ്ററുമായി ബന്ധപ്പെട്ട റിലീഫ് സംവിധാനങ്ങളുടെ ആരോഗ്യമേഖലയുള്ള യോഗം വിളിച്ചെടുത്തപ്പം 200-ൽ പരം ആളുകൾ ഞാനുള്ള കണക്കെടുത്തു. ഏകദേശം 800 കോടി രൂപയുടെ ആസ്തിയുള്ള രൂപത്തിലാണ് അന്നവിടെ കണക്ക് വന്നത്. ഓരോ സെൻ്ററുകളുടെയും ആസ്തിയും അതുപോലെ തന്നെ പ്രവർത്തനവും. ഞാൻ പറഞ്ഞു വിടുന്നത്, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾ റോഡിലൂടെ തലശ്ശേരി കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഒരു 2 ആംബുലൻസ് ചീറിപ്പോയി, അതിലൊന്ന് തങ്ങളുടെ ഫോട്ടോ ഉണ്ടാകും, അതിലൊന്ന് ശിഹാബ് തങ്ങളുടേതുണ്ടാകും, അതിലൊന്ന് ഹൈദരലി തങ്ങളുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്താത്ത രൂപത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃക കാണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പോഷക ഘടകം എന്ന നിലയിൽ ഇവിടെ CH സെൻ്ററായി ഇപ്പം അവസാനമായി കടന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞുകൊണ്ട് PTH എന്ന സംവിധാനം, അതും ഹൈദരലി തങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. PTH എന്ന് പറയുന്നത് കിടപ്പ് രോഗികളായ ആളുകളെ അവരുടെ വീടുകളിൽ പോയി സാമ്പത്തികമില്ലാത്ത ആളുകളെ നഴ്സുമാരും വളണ്ടിയർമാരുടെ സംവിധാനത്തോടുകൂടി വീടുകളിൽ പരിചരിക്കുന്ന തലശ്ശേരി സ്റ്റേഷൻ്റെ കീഴിലും ആ PTHൻ്റെ ഹോം കെയർ പദ്ധതിയുടെ സംവിധാനമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ആ ഉത്തരം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഏതെങ്കിലും രൂപത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. ആശുപത്രിയിൽ വരുന്നവർ, അത് കോഴിക്കോടായാലും തലശ്ശേരിയിലായാലും തളിപ്പറമ്പിലായാലും തൃശ്ശൂരിലായാലും തിരുവനന്തപുരത്തായാലും അവിടെ അവർക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യരായിരിക്കുക എന്നുള്ളത്, രണ്ടാമത്തെ രോഗിയായിരിക്കുക എന്നുള്ളത്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരും അവിടെ കടന്നു വന്ന ചികിത്സ
റിലീഫ് സെൽ ചെയർമാൻ AK സക്കറിയ അധ്യക്ഷത വഹിച്ചു. വിവിധ വാർഡുകളിലെ നിർധനരായവർക്കുള്ള പെരുന്നാൾ കിറ്റ് വിതരണം മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് CKP മമ്മു നിർവഹിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK ആബൂട്ടി ഹാജി മുഖ്യ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി C അഹമ്മദ് അൻവർ, മുസ്ലിം യൂത്ത് ലീഗ് ഉപാധ്യക്ഷൻ തഫ്ലീം മാണിയാട്ട്, V ജലീൽ, ഷാനവാസ് അറയിലകത്ത്, അബൂട്ടി, K റയീസ് എന്നിവർ സംസാരിച്ചു. റിലീഫ് പ്രവർത്തനങ്ങൾക്ക് AP മഹമ്മൂദ്, PP പോക്കൂട്ടി, A ഖാദർ, വലിയകത്ത് ചെറിയമ്മദ്, MAP ഷൗലാദ് എന്നിവർ നേതൃത്വം നൽകി. TP അബ്ദുറഹ്മാൻ സ്വാഗതവും മഹ്റൂഫ് മാണിയാട്ട് നന്ദിയും പറഞ്ഞു. കോൽക്കളി ആചാര്യനും കിഴക്കേ ചമ്പാട് ശ്രീ നാരായണ മഠം പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത കുളങ്ങരോത്ത് നാണുവിനെ അനുസ്മരിച്ചു. കിഴക്കേ ചമ്പാട് ശ്രീ നാരായണ മഠത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. കോൽക്കളി ജീവവായുവായി കൊണ്ടുനടന്ന കേരള ഫോക്ലോർ അക്കാദമി അടക്കം നിരവധി അവാർഡുകൾ കുളങ്ങരോത്ത് നാണു നേടിയിട്ടുണ്ട്. ദീർഘകാലം കിഴക്കേ ചെമ്പാടി ശ്രീനാരായണ മഠം പ്രസിഡന്റായിരുന്നു. 2025 പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവ് K കോമളൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇത് തുടർച്ചയായി ഇങ്ങനെ കൊണ്ടുപോയി നാരായണനെ പിന്നെ നാരായണൻ പോയതിനു ശേഷം ഞങ്ങളിങ്ങനെ ഒരു ദിവസം 2013 ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കൊരു പരിപാടിക്ക് പിന്നെ KP മോഹൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടിക്ക് അവസരം കിട്ടി. ഗുരുവായൂർ ആദ്യമായിട്ടാണ് കോൽക്കളി എന്ന പരിപാടി ഉത്സവത്തിൽ നടക്കുന്നത്. ഫെബ്രുവരിയിലാണ്. ഞാൻ പോയി ആ പരിപാടിയെല്ലാം അവതരിപ്പിച്ച് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നാരായണനെ ആദരിച്ച് ഗംഭീര അഭിപ്രായം. എന്താണ് ഈ പരിപാടി, എങ്ങനെയാണ് ഈ കോൽക്കളി എന്ന് ആദ്യമായിട്ട് വനിതകളുടെ കോൽക്കളി കാണുന്നതാണ്. ആ ദിവസമാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ബിന്ദുമണി എന്ന് പറഞ്ഞ ഒരു വനിത അവർ നമ്മളെ പരിപാടി അവർ മാത്രമല്ല നമുക്ക് സ്റ്റേജിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടില്ല. നാരായണനെ പൊതിഞ്ഞല്ലാതെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇത് കളരി മുറയായിട്ട് ഒന്ന് ബന്ധമുണ്ടോ, എന്താ ഇത് പരിപാടി, എത്ര മാസത്തെ ഇൻ്റർവ്യൂ കൊണ്ട് കളിയായിരുന്നു. ആ കൂട്ടത്തിലെ ഈ സ്റ്റേറ്റ് പിന്നെ ടൂറിസം സെക്രട്ടറി നമ്മളടുത്ത് വന്ന് കാർഡുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കാർഡൊന്നും ഇല്ല എന്നാൽ ഒരു കടലാസിൽ നമ്പർ എഴുതി തന്ന. അങ്ങനെ നമ്മൾ നമ്പർ എഴുതി കൊടുത്ത്. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. മാർച്ചിൽ ടൂറിസം ഉത്സവമാണ്. മാർച്ച് 8 മുതൽ മാർച്ച് 15 വരെ. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ടൂറിസം ഉത്സവത്തിൽ കളിക്കാൻ ചാൻസ് തരാം, നിങ്ങളൊരു അപേക്ഷ എഴുതി അയക്കുന്നു. അങ്ങനെ അപേക്ഷ എഴുതി അയച്ച് നമുക്ക് ടൂറിസത്തിൽ കളിക്കാൻ ആദ്യമായിട്ട് 2013 അവസരം കിട്ടി. മഠം പ്രസിഡന്റ് KK രാജീവൻ അധ്യക്ഷനായി. VP മോഹനൻ മാസ്റ്റർ, KV മുരളീധരൻ, PK പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KM രവീന്ദ്രൻ സ്വാഗതവും ഗജാൻജി KV രാജീവൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്
ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ നഗരസഭ 17-ാം വാർഡ് ചെറുപുല്ലൂക്കരയിൽ മിനി മാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. KP മോഹൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കല്ലറ ബസ് സ്റ്റോപ്പിന് സമീപം സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം KP മോഹൻ MLA നിർവഹിച്ചു. പാനൂർ നഗരസഭയിലെ ചെറുപുല്ലൂക്കരയിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. തന്നെ നമുക്കൊരു പ്രത്യേക ആവേശമാണ്. കാരണം നല്ല വെളിച്ചം നൽകുകയും നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയും ഓട്ടോമാറ്റിക്കായിട്ട് അത് കൃത്യസമയത്തിന് 6 മണിക്ക് അത് ഓണാവുകയും രാവിലെ 6 മണിക്ക് ഓഫാവുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വെളിച്ചം പവർ കട്ടില്ലാത്ത കേരളം, പവർഫുൾ കേരളം എന്നതാണ് മുദ്രാവാക്യം. അപ്പോൾ അതിലൂടെ പവർ കട്ടില്ലാത്ത പവർഫുൾ കേരളമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല വെളിച്ചം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കല്ലറ ബസ് സ്റ്റോപ്പിന് സമീപം മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൗഷത്ത് ടീച്ചർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി സ്വാഗതം പറഞ്ഞു. 16-ാം വാർഡ് കൗൺസിലർ NP മുനീർ, മുൻ കൗൺസിലർ AP രമേശൻ, കുഞ്ഞിക്കണ്ണൻ, മജീദ് തുറങ്ങാൾ, വിനു പുല്ലൂക്കര, CH യൂനുസ് തുടങ്ങിയവർ സംസാരിച്ചു. DM മുസ്തഫ, KP മോഹനൻ MLA പൊന്നാട അണിയിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളായ ഫിറോസ് ആലിയാട്ട്, ഷംസീർ ആലിയാട്ട്, ഷംസീർ തെറ്റുമ്മൽ, ഷാനിദ് ആലിയാട്ട്, ഷഫീഖ് തെറ്റുമ്മൽ, OP അഷ്റഫ് എന്നിവർ ചേർന്ന് MLA മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വയോജന വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിവാര സംഗമം തുടരുന്നു. മുൻ മാഹി MLA രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വായനശാല ഗ്രന്ഥാലയം കോടിയേരി വയോജനവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിവാര സംഗമം മുൻ മാഹി MLA രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PP ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P രജിത സ്വാഗതവും ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വിശുദ്ധ റംസാന്റെ 25-ാം നാളിൽ പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം നടത്തി. പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു.
വിശുദ്ധ റംസാന്റെ 25ാം നാളിൽ പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പള്ളൂർ AVS സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സത്യൻ കോളോത്ത് അധ്യക്ഷത വഹിച്ചു. റാഷിദ് PTK, T ഇബ്രാഹിംകുട്ടി, റൂബീസ് ചാലക്കര, ആനന്ദ് കുമാർ പറമ്പത്ത്, ചാലക്കര പുരുഷു, PTC ശോഭ, KV ഹരീന്ദ്രൻ, അലി അക്ബർ, ഹാഷിം എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ ആശ്രയ S പ്രശാന്ത്, സാൻവിയ, സാദിക എന്നീ യുവ വനിതകളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. വായനശാലയുടെ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. ദേശീയ വായനശാല ഗ്രന്ഥാലയം കോടിയേരിയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. വായനശാലയുടെ പഴയകാല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ഗ്രന്ഥശാല സംഘം താലൂക്ക് സെക്രട്ടറി V പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വായനശാല വെറുതെ ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങളുടെ 60ാം വാർഷികത്തിന്റെ സോവനീർ ഒന്ന് വായിച്ചു നോക്കിയപ്പോ കാരാൾ തെരുവിലെ നെയ്ത്തു തൊഴിലാളികളും. വായനശാല പ്രസിഡന്റ് TK ഷാജ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K അച്യുതൻ സംസാരിച്ചു. സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും അനന്തകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വായനശാലയുടെയും പ്രദേശത്തിന്റെ ചരിത്രത്തെയും ആസ്പദമാക്കിയുള്ള പ്രശ്നോത്തരിക്ക് ഷാജ് മാസ്റ്റർ നേതൃത്വം നൽകി. യങ് ഫൈറ്റേഴ്സ് ക്ലബിന്റെയും അബ്ദുൾ ഖാദർ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഒളവിലും ചെറുവയൽ മുക്കിൽ നമ്മൾ ഒന്നിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. യുദ്ധം, ആ യുദ്ധത്തിന്റെ ഭാഗമായി ഒന്നുമറിയാത്ത
കുട്ടികളും സ്ത്രീകളും മരണപ്പെടുമ്പോൾ നമ്മൾ ഐക്യദാർഢ്യപ്പെടുകയാണ്. ലോകത്തിന് യുദ്ധം വേണ്ട, യുദ്ധമല്ല സമാധാനമാണ് നമ്മുടെ ലോകത്ത് വേണ്ടത്. ഒരു യുദ്ധം കൊണ്ട് ഈ രാജ്യത്തേത് മനുഷ്യനാണ് നേട്ടമുള്ളത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഓരോ മനുഷ്യരും ഈ സമൂഹത്ത് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. യുദ്ധം കൊണ്ട് ആർക്കാണ് നേട്ടം? ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു തള്ളുന്നതിനു വേണ്ടി ലോകത്ത് ആയുധ വ്യാപാരം കൊണ്ട് സ്വന്തം രാജ്യം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ലോകത്ത് യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്നത് ആരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്ത് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് അതിശക്തമായ ഒരു മൂവ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ശരിയായ കാര്യം ഉൾക്കൊള്ളേണ്ട ഒരു കാലത്തു കൂടിയാണ് ഞാനും നിങ്ങളെല്ലാം ഇവിടെ ഒത്തുചേർന്നുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം ഈ ചെറുവയൽ മുക്കിൽ കൂടി ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബിനീഷ് കോടിയേരി മുഖ്യാതിഥിയായി. പനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി മിഫ്താഹ് അധ്യക്ഷത വഹിച്ചു. മഹൽ ഖാളി മജീദ് മുസ്ലിയാർ ഏറാമല റംസാൻ സന്ദേശം നൽകി. ജീവകാരുണ്യ പ്രവർത്തകനായ ഖാദർ പറമ്പത്തിനെ പരിപാടിയിൽ ആദരിച്ചു. ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ഇ എം റഹീസ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ വിനി, റിജിന, ഒ കെ സാദിഖ്, മഹല്ല് സെക്രട്ടറി സുലൈമാൻ മാസ്റ്റർ, വി കെ ഖാലിദ്, എ സി രാജീവൻ, രതീഷ് കുമാർ, കെ കെ ദിജിൻ, സി വി മുസ്തഫ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റംസാൻ കിറ്റ് വിതരണം നടത്തി. വിഷു ജീവകാരുണ്യ ഫെസ്റ്റ് ഏപ്രിൽ 12-ന് നടക്കും. തറവാട് ഓർഫനേജ് വൈസ് പ്രസിഡന്റ് വി ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ആശ്രയ ചെയർമാൻ വി കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഏപ്രിൽ 12-ന് കീഴന്തിമുക്കിലെ ജെക്കോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സ്നേഹ സൗഹാർദ്ദ വിഷു ജീവകാരുണ്യ ഫെസ്റ്റിന്റെ നോട്ടീസ് പ്രകാശനം ആശ്രയയുടെ നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. ആശ്രയ മാനേജർ സുധീർ കുമാർ സംസാരിച്ചു. ആശ്രയ ഫൗണ്ടർ വിമൽ ടി വിൽസൺ സ്വാഗതവും സെക്രട്ടറി സി സാജൻ നന്ദിയും പറഞ്ഞു. ചൊക്ലി കടുക്ക ബസാർ യൂണിറ്റ് SKSSF ഓഫീസ് ഉദ്ഘാടനവും ചൊക്ലി ക്ലസ്റ്റർ ട്രഷററായിരുന്ന അബൂബക്കർ സിദ്ദിഖ് ഗ്രാമത്തെ അനുസ്മരണവും ഇഫ്താർ സംഗമവും കണ്ണോത്തുപള്ളിയിൽ നടന്നു. ഓഫീസ് ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് ഷംസുദ്ദീൻ ദാരിമിയും അനുസ്മരണ പരിപാടി മഹല്ല് ഖാസി ഇബ്രാഹിം ദാരിമിയും നിർവഹിച്ചു. ചൊക്ലി കടുക്ക ബസാർ യൂണിറ്റ് SKSSF ഓഫീസ് ഉദ്ഘാടനവും ചൊക്ലി ക്ലസ്റ്റർ ട്രഷറായിരുന്ന അബൂബക്കർ സിദ്ദിഖ് അനുസ്മരണവും സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഇഫ്താർ സംഗമവും നടന്നു. കണ്ണോത്തുപള്ളി കോമ്പൗണ്ടിൽ പ്രത്യേക സജ്ജമാക്കിയ ശംസുൽ ഉലമ നഗറിലാണ് പരിപാടി നടന്നത്. ഓഫീസ് ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് ഷംസുദ്ദീൻ ദാരിമി നിർവഹിച്ചു. അബൂബക്കർ സിദ്ദിഖ് അനുസ്മരണ പരിപാടിയിൽ ഹാഫിള് EK സിനാൻ ഖിറാത്ത് നിർവഹിച്ചു. ഷാനിദ് വാഫി അധ്യക്ഷനായി. മഹല്ല് ഖാസി ഇബ്രാഹിം ദാരിമി ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് SKSSF എന്ന് പറയുന്നത്, സമസ്ത കേരള സീനിയർ സ്റ്റുഡന്റ് ഫെഡറേഷൻ. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ
വഴിതെറ്റി നടക്കുന്ന ചെറുപ്പക്കാരെ സാൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സംഘടന രൂപീകൃതമായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു സംഘടന നാം രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ഇങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരുപാട് ആദരവുകൾ കിട്ടുന്നത്. നാം ഇവിടെ അനുസ്മരിക്കാൻ പോകുന്ന അബൂബക്കർ സാഹിബ് എന്നവർ, അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം SKSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സുന്നി മഹല്ലി പ്രദേശത്തെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം SYSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. SKSSF കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഇസുദ്ദീൻ നിസാമി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉനൈസ് വാഫി, PK റഫീഖ്, കണ്ണൂർ മഹല്ല് പ്രസിഡന്റ് PK യൂസഫ് മാസ്റ്റർ, സെക്രട്ടറി K നാസർ ഹാജി, P മൊയ്ദ് ഹാജി, T അബ്ദുൾ റഷീദ്, P സക്കരിയ, P മുസ്തഫ, EK നാസർ, P ഷബീർ, ഹാരിസ് തയുള്ളദിൽ, റംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണൂർ ആംസ്റ്റർ മിംസിന്റെ നേതൃത്വത്തിൽ മെഗാ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന് അറേബ്യൻ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ 3000-ഓളം ആളുകൾ പങ്കെടുത്തു. റമദാൻ വ്രതത്തിന്റെ സന്ദേശവും പരസ്പരം ഐക്യപ്പെടലിന്റെ കാലിക പ്രസക്തിയും ഇഫ്താർ വിരുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ആമുഖ ഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി സയ്യിദ് താജുദ്ദീൻ തങ്ങൾ പുല്ലാരിയും സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠവും അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, കോൺഗ്രസ് നേതാവ് K പ്രമോദ്, BJP നേതാവ് ഹരിദാസ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് തുടങ്ങിയവർ ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഇഫ്താർ വിരുന്നിൽ അണിചേർന്നു. ലൈക്ക ബ്രൈഡൽ ജ്വല്ലറി പെരിങ്ങത്തൂരിൽ പ്രവർത്തനം തുടങ്ങി. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പെരിങ്ങത്തൂർ പള്ളിക്ക് എതിർവശത്തുള്ള പെരിങ്ങത്തൂർ പ്ലാസയിലാണ് ലൈക്ക പ്രവർത്തനം തുടങ്ങിയത്. ലൈക്ക ബ്രൈഡൽ ജ്വല്ലറി പെരിങ്ങത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങത്തൂർ പള്ളിക്ക് എതിർവശത്തുള്ള പെരിങ്ങത്തൂർ പ്ലാസയിലാണ് ലൈക്ക പ്രവർത്തനം ആരംഭിച്ചത്. NA അബൂബക്കർ മാസ്റ്റർ, സൈനബ എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KVK അബൂബക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. NA ഷാഹിദ ആദ്യ പർച്ചേസ് നടത്തി. പെരിങ്ങത്തൂർ പള്ളിക്ക് എതിർവശത്തുള്ള പെരിങ്ങത്തൂർ പ്ലാസയിൽ 1-ാം നിലയിലാണ് ലൈക്ക പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, കൗൺസിലർമാരായ NP മുനീർ, നാഫി, മുൻ കൗൺസിലർ സൈനുദ്ദീൻ തങ്ങൾ, പെരിങ്ങത്തൂർ NM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ NA മുഹമ്മദ് റഫീഖ്, ലൈക്ക ബ്രൈഡൽ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ NA സലീം തുടങ്ങി നിരവധി പ്രമുഖർ പങ്കാളികളായി.
പ്രധാന വാർത്തകൾ വീണ്ടും. PP ദിവ്യയ്ക്ക് തിരിച്ചടിയായി ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. 4 കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ അഞ്ചരക്കണ്ടി കൊളുത്തുമല ബ്രാഞ്ചിനായി നിർമ്മിച്ച കോ-ഓപ്പ് ടവറിന്റെയും കൊളുത്തുമല ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അഭൂതപൂർവമായ വളർച്ചയാണ് സഹകരണ രംഗത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം പദ്ധതിയുടെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. പങ്കെടുത്ത് നിരവധി ആളുകൾ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും സാങ്കേതിക അറിവും വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച നൈപുണ്യ വികസന പരിശീലന പരിപാടി സമാപിച്ചു. പരിപാടി നടന്നത് മാർച്ച് 12 മുതൽ 14 വരെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.